കടം കൊണ്ടൊരു ജീവിതം ഉണ്ടായിരുന്നു. ആ ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ എന്നാണ് ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കുന്നത് അന്നേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. ഇത് തീർച്ചപ്പെടുത്തിയിട്ട് എവറി മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മുടെ ഒരുപാട് ഇന്നിപ്പോ നമ്മുടെ ഇടയിലുള്ള പ്രശ്നം എന്താ? അങ്ങോട്ട് തിന്ന ഇങ്ങോട്ട് തിന്ന, അവിടെ കുറ്റം പറയാ ഇവിടെ കുറ്റം പറയാ. നമ്മുടെ മുഖ്യധാരയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആരാണുള്ളത്? ഇവിടെ പല ചേരികളായിട്ട് തമ്മിൽ തല്ലാനും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പേരിൽ ആഭാസങ്ങൾ നടത്താനും ഇന്ന് ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. ഗ്രാമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക അല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഔലിയാക്കന്മാരൊക്കെ നമ്മൾ കൊണ്ടടക്കുന്ന രീതിയിൽ കൊണ്ടെടുക്കുന്ന വേണം. അങ്ങനെ കൊണ്ടു നടക്കുന്ന ചില ആളുകൾ കൈവിട്ട സമയത്താണ് കൊണ്ടോട്ടി നേർച്ചയും DP അങ്ങാടി നേർച്ചയൊക്കെ ഉണ്ടായത്. ഇത് ഗൗരവമുള്ള വിഷയ. ഇവര് ഹൃദയം കൊണ്ട് നോക്കിയോരാ. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞോരാ. ആ വലിയനെ മനസ്സിലാക്കണമെങ്കിൽ വലിയ തന്നെ വേണം, മുള്ളെടുക്കണമെങ്കിൽ മുള്ളു തന്നെ വേണം എന്ന് നമ്മൾ പറയാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 300 ഔലിയാക്കന്മാർ ഇന്ന് ലോകത്ത് ഹയാത്തിലുണ്ട്. ഔലിയ എന്ന പദവി, വലിയ എന്ന പദത്തിന്റെ ജമ്മാണല്ലോ ഔലിയ. അള്ളാഹുവിനോട് അടുത്ത ആളുകൾ. വല്ല എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തു, അള്ളാഹു ഏറ്റെടുത്ത ആൾക്കാർ. അതൊക്കെ തൗലിയത്ത്. വലിയ അള്ളാഹുവിന്റെ അടുത്ത ആള്, ഉത്തമദാസൻ എന്ന പദത്തിൽ നിന്ന് ഔലിയ. അള്ളാഹു ലോകത്തിൽ നിന്ന് ആഫ്രിക്കയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും സൗദി അറേബ്യയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒക്കെ പാടെ ടോട്ടൽ വലിയ എന്ന പദവി ഇന്ന് അലങ്കരിക്കുന്നവർ ഹയാത്ത്. മരിച്ചുപോയാലെ കഥയല്ല ഞാൻ പറയുന്നത്. ഇന്ന് ഹയാത്തിൽ 300 ആളുകളുണ്ട്. 300 ആളുകൾ. അതിന്റെ നേരെ മുകളിൽ അള്ളാഹു അലങ്കരിച്ച വേറൊരു വിഭാഗമാണ് നുജബാ. അവർ ഔലിയാക്കന്മാരെക്കാൾ സ്ഥാനം കൂടി ഒരു കാലത്ത് വലിയ 300-ൽ പെട്ടവരായിരുന്നു. പിന്നെ ദിക്റിലൂടെ, ഫിക്റിലൂടെ, അംഫാസിയായ ദിക്റിലൂടെ അള്ളാഹുവിലേക്ക് അടുത്ത് അവർ നുജബാ എന്ന പദവിയിലേക്ക് കയറി. അത് 70 ആളുകളെ ഉള്ളൂ. ഇന്ന് 300 വലിയിന്റെ പുറമെ ദുനിയാവിൽ 70 നുജബാക്കളുണ്ട്. ദുനിയാവിൽ ആരാണെന്ന് കണ്ടെത്താൻ നമുക്ക് സാധ്യമല്ല. ചില ആളുകൾ കറാമത്തിലൂടെയും മറ്റൊക്കെ ആയിട്ട് കണ്ടെത്തും. അങ്ങനെ നമ്മൾ അവസാനം കണ്ടെത്തിയ ഒരു മനുഷ്യനായിരുന്നു ഈ അടുത്ത് നമ്മളോട് വിട പറഞ്ഞ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. അള്ളാഹു അവിടുത്തെ ഫൈള് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസാനം കേരളക്കാരൻ കണ്ടെത്തിയ വലിയ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഔലിയാ എന്ന 300-ൽ നിന്ന് പിന്നെ അള്ളാഹു 70-നെ വെച്ചിട്ടുണ്ട്. ആ 70 നുജബാ ആണ്. നുജബാഇന്റെയും മുകളിൽ 40 ആളുകളുണ്ട് പദവി അലങ്കരിക്കുന്നവർ. അവർ നുജബാക്കളിൽ നിന്ന് തന്നെ ദറജ കൂടി ദിക്റിലൂടെയും മറ്റും അള്ളാഹുവിലേക്ക് അടുത്ത് ജനങ്ങളുമായിട്ടുള്ള ഒരു താലൂക്കും ഇല്ലാതെ ജീവിച്ച് അങ്ങനെ വരുന്ന ആളുകൾ 40 ആളുകൾ. അവരെ പറ്റി ഔത്താദ് എന്ന് പറയും. ഔത്താദ്, ഔത്താദീങ്ങളാണ്. അവരും ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. 40 ആള്. 40 ആള് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, മഹാനായ തൃപ്പനച്ചി ഉസ്താദ്, അള്ളാഹു ഏത് ദർജയാണ് മഹാനവറുകൾക്ക് കൊടുത്തത് എന്നറിയില്ല. വലിയാണ് എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. വലിയാണ് എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. എന്നാ വലിയനേക്കാൾ മുകളിലുള്ള ദർജ അള്ളാഹു കൊടുക്കണോ എന്നുള്ളതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ആളുമല്ല. അത് പടച്ചോനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ മഹാനായ മനുഷ്യപ്പ വഫാത്തായ സമയത്ത് ഏത് പദവിയിലാണോ മഹാനവർകൾ ഉണ്ടായിരുന്നത് ആ പദവിയിൽ നിന്ന് ഒരാളെ എണ്ണം കുറഞ്ഞു. ആ എണ്ണം കുറഞ്ഞിടത്തേക്ക് താഴത്തെ കാറ്റഗറിയിൽ നിന്ന് 300 ആളിൽ നിന്ന് ഏറ്റവും ഉത്തമർ ആരാണ്, അതിൽ ഒരാളെടുക്കും. അയാൾ എങ്ങോട്ട് കയറ്റും. അപ്പൊ 300-ൽ 299 ഒരാൾക്ക് പ്രൊമോഷൻ കൊടുത്തതിന്റെ കാരണത്താൽ. അപ്പൊ 300 താഴെ തട്ടിലുള്ള ഔലിയാക്കന്മാരെ 300 എന്ന് പറയുന്നിടത്ത് ഒരാൾ പ്രൊമോഷൻ കിട്ടിയ സാഹചര്യത്തിൽ അവിടെ 299 ആയ സ്ഥിതിക്ക് അള്ളാഹു ചെയ്യുന്ന ഒരു പരിപാടിന്റെ അവാമുന്നാസിൽ നിന്ന്, അഥവാ ഇതുവരെ ഒരു പദവിയും കിട്ടാതെ എന്നാലോ പദവിക്ക് വേണ്ടിയല്ലാതെ തന്നെ അള്ളാഹുവിലേക്ക് അംഫാസിയിലൂടെയും മറ്റും അടുത്ത് പടച്ചറബിനോട് അത്രയും കുർബിലെത്തിയ ആളുകളുണ്ടാവും പൊതുജനങ്ങളിൽ നിന്ന്. അവരിൽ ഒരാളെ, ഏറ്റവും മുന്തിയ ആളെ, ഈമാനികമായി മികച്ച ആളെടുത്തിട്ട് അള്ളാഹു ഈ 299 പ്ലസ് 1 300 അങ്ങനെ 300-ലേക്ക് പോസ്റ്റ് ചെയ്യും. പിന്നെ അവർ കാറ്റഗറി കൂടി പോകും. ഇത് ലോകത്ത് റസൂലുള്ളാഹിന്റെ കാലം മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടിന്യൂയിങ് പ്രോസസ്, തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോണത്. സത്യം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഉത്തരം താങ്ങുന്ന പല്ലിയുടെ മനോഭാവമുള്ള ആളുകളായി അധപ്പതിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അള്ളാഹു പറഞ്ഞു, വബിഹിം യുൻസറൂന വയുർസഖൂൻ, അവരെ കൊണ്ടാണ് നിങ്ങൾക്ക് റിസ്ക് ലഭിക്കുന്നത്, ആ ആളുകളെ കൊണ്ടാണ് നിങ്ങൾക്ക് നസ്ർ ലഭിക്കുന്നത്, സഹായം ലഭിക്കുന്നത്. അവരില്ലെങ്കിൽ നമ്മൾ തന്നെയില്ല. ഈ ലോകത്ത് രാവ് വരുന്നതും പകല് വരുന്നതും പക്ഷി കൂടണയുന്നതും പക്ഷി പുറത്തു വരുന്നതും ചെടി മുളക്കുന്നതും പഴം വിരിയുന്നതും എല്ലാം
ഇവർക്ക് വേണ്ടിയാണ്. ഇവരെ തണലിലൂടെയാണ് ലോക ജനം മുഴുവൻ ജീവിച്ചു പോകുന്നതെന്നാണ്. ഒന്നാലോചിച്ച് നോക്കണം. എന്നാൽ ഈ ഔലിയാക്കന്മാരിൽ നിന്ന് 40 ഇവർ പിന്നെ മരിച്ചു വഫാത്തായി പോയാൽ ആലമുൽ അർവാഹിലേക്ക് ഇല്ലിയീനിലേക്ക് ഇവരുടെ റൂഹിനെ ഉയർത്തപ്പെടുന്നു. ആ ഇല്ലിയീനിലേക്ക് ഇവരുടെ റൂഹ് ഉയർത്തപ്പെടുന്നതോടുകൂടെ പിന്നെ അള്ളാഹു ഭൂമിയിൽ നടത്താനിരിക്കുന്ന കാര്യങ്ങൾ ജിബ്രീൽ മാലാഖ അലൈഹിസ്സലാത്തു വസ്സലാമുമായി മുശാവറ നടത്തുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാം മുശാവറ നടത്തുന്നത് ഇല്ലിയീനിലെ ഇവരുമായിട്ടാണ്. ഈ മഹാന്മാരുടെ അർവാഹുമായിട്ടാണ് പിന്നെ ലോകത്ത് എന്തൊക്കെ നടക്കണം എന്നുള്ള ചർച്ച വരുന്നത്. അപ്പോഴും മരിച്ചുപോയ ആലിമീങ്ങളും ആരിഫീങ്ങളും ലോകത്തെ നിയന്ത്രിക്കുന്നു എന്നും നമുക്ക് പറയാം. ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാര് മാത്രമല്ല ലോകത്തെ നിയന്ത്രിക്കുന്നത്, ഈ വഫാത്തായി പോയ വലിയ ഈ നാടിന്റെ ഐശ്വര്യമായിട്ട് ഈ നാടിനെ നിയന്ത്രിക്കുന്നു, ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് പറയാം. അള്ളാഹു കഴിവ് കൊടുത്ത ആൾക്കാർ. ഈ 40ന്റെ മുകളിൽ പിന്നെ അള്ളാഹു ഒരു 10 ആളുകളെ വെച്ചിട്ടുണ്ട്. 40ൽ പെടാത്ത അതിനേക്കാൾ ഉന്നതിയിലുള്ള 10 ആളുകൾ, അവരാണ് നുഖബാ എന്ന് പറയപ്പെടുന്നത്. നേരത്തെ നമ്മൾ 70 ആളുകൾ നുജബാ പറഞ്ഞു, അതിന്റെ മുകളിൽ 40 ആളുകൾ ഔതാദ് പറഞ്ഞു, അതിന്റെയും മുകളിലാണ് 10 ആളുകൾ നുഖബാ എന്ന പദവിയിൽ ലോകത്ത് വലിയന്റെ പദവി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയനേക്കാൾ വലിയ പദവി. ഈ നുഖബാന്റെയും മുകളിൽ 3 ആളുകൾ. ഇവർ ലോകത്തിന്റെ ഏത് മൂലയിലാണ്, ഏത് രാജ്യത്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അവരാണ് മുഖ്താർ എന്ന് പറഞ്ഞാൽ അള്ളാഹു തെരഞ്ഞെടുത്ത ആൾക്കാരാണ്, സെലക്ട് ചെയ്യപ്പെട്ട 3 ആളുകൾ. ഈ മുഖ്താറിന്റെയും മുകളിലാണ് കുത്തുബ് എന്ന് പറയുന്ന സിരാ കേന്ദ്രം. ഒരൊറ്റ കുത്തുബ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു അഅലം. ഒരു കുത്തുബ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അതാരാണ് എന്നത് അല്ലാഹു അഅലം. ഇന്നും ഒരു കുത്തുബ് ലോകത്ത് ജീവിച്ചിരിക്കുന്നു. ഈ കുത്തുബിന്റെ നേരത്തായ മുഖ്താർ, മുഖ്താറിന്റെ നേരത്തായ നുഖബാ, നുഖബാന്റെ നേരത്തായ ഔതാദ്, ഔതാദിന്റെ നേരത്തായ നുജബാ, നുജബാന്റെ നേരത്തായ ഔലിയാ 300 ആളുകൾ. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്, വലിയന്റെ കാറ്റഗറി അള്ളാഹു എന്തുകൊണ്ടാണ് ഒരു പദവി അനുസരിച്ച് കൂട്ടണേ? അപ്പൊ അവരെ കറാമത്തിന് തിളക്കമുണ്ടാവും. ഈ കറാമത്തൊക്കെ കാട്ടിയിട്ട് നമ്മുടെ മുമ്പിലൂടെ വഫാത്തായി പോയ ഔലിയാക്കന്മാരുടെ മഖാബറിന്റെ മുമ്പിൽ വന്നാണ്ട് നേർച്ച, കൂത്താട്ടം, പേക്കൂത്ത് ഇല്ലേ? ഓർക്കാൻ പറ്റുമോ? നമ്മളൊന്ന് ആലോചിക്കേണ്ട വിഷയമല്ലേ ഇത്? ഗൗരവമായിരിക്കുന്ന കാര്യമല്ലേ? ലോകം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. പെട്രോളിന് വേണ്ടി യുദ്ധം ചെയ്ത ലോകമേ, ഇനി നിങ്ങൾ വെള്ളത്തിന് വേണ്ടി യുദ്ധം ചെയ്യും തീർച്ചയാണ്. പരിസ്ഥിതിക്ക് വേണ്ടി സമുദായം വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പോലും നിയന്ത്രിച്ചത് ഒരു കാലത്ത് ആരിഫീങ്ങളാണ്. ആ ആരിഫീങ്ങൾ നമ്മളെ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളമില്ല, ക്ഷാമമാണ്, വരൾച്ചയാണ്, ഊഷരതയാണ്. ക്ഷാമം എന്ന് പറഞ്ഞല്ലോ, അവരെ കൊണ്ടാണ് നിങ്ങൾക്ക് നസർ കിട്ടുന്നത്, അവരെ കൊണ്ടാണ് നിങ്ങൾക്ക് റിസ്ക് കിട്ടുന്നത്. ഈ റിസ്ക് എന്ന് പറയുന്നതിന്റെ താരീഫ് തന്നെ കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യന് ആവശ്യമായ എല്ലാം റിസ്ക്കാണ്. ഫോർ എക്സാമ്പിൾ, ഫുഡ് നമ്മുടെ റിസ്ക്കാണ്, പാനീയം നമ്മുടെ റിസ്ക്കാണ്, വെഹിക്കിൾ നമ്മുടെ റിസ്ക്കാണ്, ഹോം റെസിഡൻസ് നമ്മുടെ റിസ്ക്കാണ്, മക്കള്, ഭാര്യ നമ്മുടെ റിസ്ക്കാണ്. ഇങ്ങനെ മനുഷ്യന് ലോകത്ത് ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ, അവന്റെ പ്രാണവായു പോലും, നമ്മൾ നടത്തുന്ന ഓക്സിജൻ അടക്കം നമ്മുടെ റിസ്ക്കാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമാണ്. റിസ്ക് ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം റിസ്കിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ ലോകത്ത് നമുക്ക് ആവശ്യമായത്, ആവാസയോഗ്യമായത് മുഴുവൻ റിസ്ക്കാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ ഔലിയാക്കന്മാരെ കൊണ്ടാണ് നിങ്ങൾക്ക് റിസ്ക് ലഭിക്കുന്നത്. പരിസ്ഥിതിയുടെ പ്രശ്നം പോലും ഔലിയാക്കളെ നിന്ദിച്ചത് കൊണ്ടാണ്. പരിസ്ഥിതിയുടെ പ്രശ്നം പോലും. ഇനി 3ാം ലോകമായുധം ഇവിടെ നടക്കാൻ പോകുകയാണെങ്കിൽ അതൊരിറ്റു ശുദ്ധവെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്ന് നമ്മൾ അലങ്കാര പ്രയോഗമായിട്ട് പറയാറുണ്ട്. യാഥാർത്ഥ്യമാകാൻ പോവുകയാണോ എന്ന് ഭയക്കണം. സൗദി അറേബ്യയില് ഒരു കുപ്പി മിനറൽ വാട്ടറിന് വേണമെങ്കിൽ ചിലപ്പോൾ 2 റിയാൽ കൊടുക്കേണ്ടി വരും. ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ, സംശുദ്ധീകരിക്കപ്പെട്ട, പ്യൂരിഫൈ ചെയ്യപ്പെട്ട, ക്ലാരിഫൈ ചെയ്യപ്പെട്ട, അമ്ലം കലരാത്ത ശുദ്ധമായിരിക്കുന്ന സംശുദ്ധ ജലം പാനം നടത്താൻ കിട്ടണമെങ്കിൽ, മിനറൽ വാട്ടറിന്റെ ഒരു ബോട്ടിൽ കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 റിയാൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അതേ സ്ഥാനത്ത് അക്കോർഡിംഗ് ടു ദിസ് വാട്ടർ നമ്മൾ ആലോചിക്കണം, ഒരു പെട്രോൾ പമ്പിലേക്ക് വാഹനവുമായിട്ട് കാറുമായിട്ട് കയറിപ്പോയാൽ 90 ഫുല്ലിന് ഹലാലിന് അല്ലെ 90, 1 റിയാൽ തേക്കേണ്ട. 1 റിയാലിന് 10 പൈസ വീണ്ടും വേണം. 1 റിയാലിന് 1 ലിറ്റർ പെട്രോൾ എന്ന രീതിയിലേക്ക് പെട്രോൾ അടിക്കാൻ പറ്റും.
അപ്പൊ പെട്രോളിനേക്കാൾ ഡബിൾ റേറ്റ് ഇപ്പം വെള്ളത്തിനായി പോയി എന്ന് പറയുമ്പോൾ തോന്നിപ്പോകാം. പണ്ടവര് പറഞ്ഞിട്ട് ആ വാക്കിലേക്ക് ലോകം അടുത്തു പോകാണോ? ഒരു ശുദ്ധ വെള്ളത്തിന് വേണ്ടിയായിരിക്കും മനുഷ്യൻ ഇനി ദാഹിക്കുക, യുദ്ധം ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. മനുഷ്യൻ ഭൂഗർഭ അറയിൽ നിന്ന് എന്തൊക്കെ പാഴാക്കി പോകുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ പേക്കൂത്തുകളിലൂടെ എന്തൊക്കെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കണിശമായി ഇത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കാനോ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളിലൂടെ തന്നെ ഇത്തരം കാര്യങ്ങളെ നമുക്ക് ചർച്ച ചെയ്യാനോ ഇന്ന് മുസ്ലിം സമുദായം തയ്യാറാവുക എന്നത് ഏറ്റവും അഭിലഷണീയമായ കാര്യമാണ്. മമ്പർത്ത തങ്ങളുപ്പാപ്പാന്റെ പ്രൈവറ്റ് സെക്രട്ടറി കോന്തുണ്ണി നായർ, മഹാനായ തങ്ങളുപ്പാപ്പാക്ക് അള്ളാഹു കൊടുത്ത കഴിവിനെ ലോകത്തെ വിളിച്ചു പറഞ്ഞ ഒരു നായർ സമുദായത്തിലെ അംഗം. എന്തേ മഹാനായ തങ്ങളുപ്പാപ്പ ഇത് ചെയ്യാൻ കാരണം? അവസാനം തെങ്ങിന്റെ മുകളിൽ ചൂട്ടുകെട്ടാൻ പറഞ്ഞു. ആളുകൾ അത്ഭുതപ്പെടുക, അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശ കൂടിയിട്ട് അവർക്കിടയിൽ ഭയങ്കര പ്രശ്നം. എന്തിനാണ് കുതുബുസ്സമാൻ തെങ്ങിന്റെ മുകളിൽ ചൂട്ടുകെട്ടാൻ പറഞ്ഞത് എന്ന് ജനങ്ങളുടെ ഇടയിൽ തന്നെ ആശങ്കയുടെ വർത്തമാനത്തിന്റെ കാട്ടുതീ പോലെ പരക്കുകയാണ്. അപ്പോഴാണ് ആ മഹാനായ തങ്ങളുപ്പാപ്പ പറയുന്നത്, അങ്ങകലെ അറേബ്യൻ സാഗരത്തിൽ കടലിൽ തിരമാലകൾക്കിടയിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പെട്ടിട്ടുണ്ട്. തീരമേതെന്നറിയില്ല, കടലേതെന്നറിയില്ല, ആകാശത്ത് നക്ഷത്രങ്ങളില്ല, ആകാശത്ത് നിലാവമ്പടിയുടെ പ്രഭയില്ല. അവരെങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ? കിലോമീറ്ററുകൾക്കപ്പുറം കടലിന്റെ മധ്യഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന മത്സ്യത്തൊഴിലാളിയുടെ മനസ്സറിയാൻ വീട്ടിന്റെ കൂരയുടെ ഉള്ളിന്റെ മൂലയിൽ ഇരുന്നിട്ട് എങ്ങനെ കുതുബുസ്സമാന് സാധ്യമായി കടപ്പുറത്ത് പോയി തെങ്ങിന്റെ മുകളിൽ ചൂട്ടുകെട്ടണം എന്ന് പറയുമ്പോ അവിടെ ചൂട്ടുകെട്ടുകയാണ്. അവര് കാണുന്നു മത്സ്യത്തൊഴിലാളികൾ, അതാ ഒരു വെളിച്ചം ലൈറ്റ് ഹൗസ് പോലെ പ്രവർത്തിക്കുന്നു. അത് തീരമാണ്, അത് കരയാണ്, അത് നാടാണ്, അത് നമ്മുടെ ജന്മദേശമാണ്. അവർ തുഴഞ്ഞു തീരമണയുന്നു. മത്സ്യത്തൊഴിലാളിയുടെ മനസ്സറിയാൻ കിലോമീറ്ററുകൾക്ക് പുറത്ത് തന്റെ വീടിന്റെ കൊച്ചുകൂരയുടെ മുക്കിന്റെ മൂലയുടെ ഉള്ളറയിൽ ഇരുന്നിട്ട് എങ്ങനെ ആരിഫായ മമ്പറത്തെ തങ്ങളുപ്പാപ്പ വായിച്ചെടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്, ആരിഫീങ്ങളായ ഔലിയാക്കന്മാരായ ആളുകളുടെ ഖൽബിന്റെ ഉള്ളിലാണ് കണ്ണ്. ആ കണ്ണ് കൊണ്ടവർ കാണേണ്ടതിനെ കാണുകയാണ്. എന്നാൽ ഈമാന് പ്രകാശിക്കും തോറും കൽബിന്റെ ഉൾക്കാഴ്ച കൂടും. ബസാറത്ത് എന്ന് നമ്മൾ പറയാം. വാട്ട് യു മീൻ ബൈ ബസാറ? ബസാറ എന്ന് പറയുന്നത് തന്നെ ഹൃദയത്തിലൂടെ ഉണ്ടായിരിക്കുന്ന കാഴ്ചയാണ്. ഹൃദയത്തിന് എന്ത് കാഴ്ചയാണ്? അതാണ് ഉള്ളറിവ്. കുപ്പിക്കാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാനവരെ ഉള്ളാകം എന്നോവർ. എന്റെ മോരീതാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കുമ്മ ലക്ക് പറഞ്ഞോവർ. അല്ലാ തിരുപേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. ആലമുടയവൻ ഏകല്ലാടൂടാലേ ആയേ മുഹമ്മദ എന്നീ പേരുള്ളവർ. എങ്ങനെയാ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ കാണുന്നു പറഞ്ഞത്? ഈമാന് കൂടിയാൽ കൽബിന്റെ പ്രകാശം കൂടും, ഈമാന് കുറഞ്ഞാലോ കൽബിന് മൂടി വീഴും. ഈ രണ്ട് ആംഗിൾ ഓഫ് ബിലീവ്, വിശ്വാസത്തിന്റെ ഈ രണ്ട് മേഖലകളെ ഒരു മുഅ്മിനായ മനുഷ്യൻ ശരിക്കും പരിചയപ്പെടേണ്ടിയിരിക്കും ആലിമീങ്ങളുടെ വെളിച്ചത്തിൽ. കൽബിന് ഈമാനികമായിരിക്കുന്ന പ്രകാശം മങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ കൽബിൽ ഒരു മൂടി വീഴും. ആ കൽബിന് പിന്നെ ഈമാൻ മങ്ങി പോയാൽ പിന്നെ നമ്മൾ ആഖിറത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കാൻ കഴിയൂല. നോ പ്രോബ്ലം. വളരെ കൂളായിട്ട് മധ്യ ബാറിന്റെ മുമ്പിൽ പോയിട്ട് ക്യൂ നിൽക്കുന്ന ആളെ പോയിട്ട് പിന്തിരിപ്പിക്കാൻ നോക്കണ്ട നിങ്ങൾ. അവർ കൂളായിട്ട് പറയും, നീ എന്റെ പണി നോക്കിക്കോ, എന്റെ കുയ്യിക്ക് ഞാൻ വരൂലല്ലോ എന്ന് ചോദിക്കുവാണെങ്കിൽ അല്ലെ. ഇത് പറയാനുള്ള തൊലിക്കട്ടി നമ്മുടെ നാട്ടിലെ മാപ്പിള